അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ അനുസ്മരിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ ഒരു പ്രമുഖ നേതാവ് സുരേഷ് കുറുപ്പ് അദ്ദേഹം ഇന്ന് മാതൃഭൂമി വാരാന്ത്യത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ വി എസ് എന്ന്. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വളരെ ചെറുപ്പക്കാരായ യുവരക്തം എന്ന് തന്നെ പറയാം, അങ്ങനെയുള്ള ചെറുപ്പക്കാരായ നേതാക്കൾ വി എസിന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണം എന്ന് പറയുന്നത് കേട്ട് ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് അതും കേട്ടുകൊണ്ട് ഏകാഗിയായി ഇറങ്ങി നടന്നുപോയ വി എസിനെയാണ് അദ്ദേഹം അനുസ്മരിക്കുന്നത്. ഈ വിവാദം വി എസ് മരിച്ച് ഒരാഴ്ചയിലധികമായി. പക്ഷേ ഈ വിവാദം ഇപ്പോഴും കെട്ടടങ്ങുന്നില്ല. എന്താണ് ഈ സുരേഷ് കുറുപ്പ് ഇതിനകത്ത് പറയുന്നത്? ആരാണ്, ഏത് നേതാവാണ്, ഏത് യുവ നേതാക്കളാണ് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? എന്താണ് അതിൻ്റെ വിശദാംശം? ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ വി എസ് എന്നാണ് ആ ലേഖനത്തിൻ്റെ തലക്കെട്ട്. അതാണ് അടിവരയിടേണ്ടത്, എൻ്റെ വി എസ് അല്ലേ? അതെ. എത്രത്തോളം ആ ഒരു ആത്മബന്ധം വി എസും സുരേഷ് കുറുപ്പുമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ ആ വാക്കുകളിൽ വ്യക്തമാണ്. ഒരേ സമയം വി എസിൽ നിന്ന് അകലുകയും അടുക്കുകയും ചെയ്ത നേതാവാണ് സുരേഷ് കുറുപ്പ്. വി എസിൻ്റെ കൺമുന്നിലാണ് സുരേഷ് കുറുപ്പ് വളർന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ട് സുരേഷ് കുറുപ്പ് വളർന്നത് സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ കൺമുന്നിലാണ് എന്നും അദ്ദേഹം തന്നെ പറയുന്നു. ഈ പാർട്ടിയിൽ നിന്നൊക്കെ ഒരല്പം അകന്നു നിന്ന പിരപ്പങ്കോട് മുരളി നേരത്തെ ഇത് പറഞ്ഞിരുന്നത്. അപ്പോൾ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ അത് വളരെ ശക്തമായി നിഷേധിച്ചു. പാർട്ടിയുടെ സമ്മേളനത്തിലെ മിനിറ്റ്സിൽ ഇത് ഉണ്ടോ എന്ന് കാണിക്കാമോ എന്നൊക്കെയുള്ള വെല്ലുവിളിയും പോർവിളിയും ഒക്കെയായി പിരപ്പങ്കോടിനെ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഇത് സുരേഷ് കുറുപ്പും കൂടെ പറഞ്ഞിരിക്കുന്നു. ഇനി ഇവർക്കിത് തള്ളിക്കളയാൻ സർ, അതിൻ്റെ അർത്ഥം ഈ വി എസ് തുടങ്ങി വെച്ച ഒരു പോരാട്ടമുണ്ട്. അതിനെ വിഭാഗീയത എന്നൊക്കെ പറഞ്ഞ് അടിച്ചമർത്താൻ ഔദ്യോഗിക പക്ഷം ശ്രമിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ അതാണ് ശരിയായ ഒരു കമ്മ്യൂണിസ്റ്റ് പാത അല്ലെങ്കിൽ നേരിൻ്റെ പാത എന്ന് തെളിയിക്കുന്നതല്ലേ വി എസിൻ്റെ കാലശേഷവും ഈ ഉയർന്നു വരുന്ന പിരപ്പിൻകോട് മുരളി, സുരേഷ് കുറുപ്പ്, അതുപോലെ കെ രമ തുടങ്ങിയവരുടെ ഈ വെളിപ്പെടുത്തൽ ഇനിയും പലരുടെയും വരും. അതാണ് വി എസ് തുടങ്ങി വെച്ചത് പൂർത്തിയാക്കാൻ ആരൊക്കെയോ പിന്നാലെയുണ്ട്. നമ്മൾ ഒരു മലയാള സിനിമയുണ്ടല്ലോ, പിൻഗാമി, ശത്രു ആരായിരുന്നാലും അവർക്കെതിരെ നിങ്ങൾക്കൊരു പിൻഗാമി ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ ഒരു പിൻഗാമി വി എസിനുണ്ട്, പിൻഗാമികൾ വി എസിനുണ്ട് എന്നല്ലേ ഇത് തെളിയിക്കുന്നത്? ഈ ഭൗതിക ശരീരം ചിതയിൽ എടുത്തു വെച്ചപ്പോഴും അവരെന്താണ് മുദ്രാവാക്യം വിളിച്ചത്? ഇല്ല, മരിക്കുന്നില്ല വി എസ്. അതല്ലേ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. വി എസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഇവിടെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വാർത്തകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്കങ്ങ് ഈ വി എസ് അങ്ങ് മുങ്ങിത്താണു പോകുമോ എന്ന് ഇല്ല. ഇത് വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഗോവിന്ദസ്വാമി ജയിലിൽ ചാടിയത് ഏതാനും മണിക്കൂറുകളെ നീണ്ടു നിന്നുള്ളൂ. പക്ഷെ വീണ്ടും തിരിച്ച് വി എസിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ഒരു സമ്മേളനത്തിൽ വെച്ച് പിണറായി വിജയൻ തന്നെ പറഞ്ഞല്ലോ, പാർട്ടി വിരുദ്ധ മനോഭാവമാണ് വി എസ് എടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ഒരു കാര്യം ഓർക്കണം, 2015 സമ്മേളനത്തിൽ വെച്ച്, സ്വന്തം നാട്ടിലെ സമ്മേളനത്തിൽ വെച്ചാണ് വി എസിനെ അപമാനിച്ചത്. വി എസ് അവിടുന്ന് ഇറങ്ങി പോരുകയായിരുന്നല്ലോ. ആലപ്പുഴയിൽ പാർട്ടിയെ വളർത്തിയത് വി എസ് ആണ്. അവിടുന്ന് ഇറങ്ങിയ ഒരു യാത്രയായിരുന്നു ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ. മാധ്യമങ്ങളെല്ലാം പുറകെ പിന്നാലെ വന്നു. അവിടുത്തെ പാർട്ടി സമ്മേളനത്തിൽ മാധ്യമക്കാരില്ലാതായി. ഇങ്ങോട്ട് ഒഴുകുകയായിരുന്നു മുഴുവൻ പേരും. വി എസ് ഒരക്ഷരം പോലും മിണ്ടിയില്ല. വി എസിൻ്റെ സന്തത സഹചാരിയായ സുരേഷ് പറയുന്നത്, വി എസ് അങ്ങനെ വിഷമം വരുന്ന സമയത്തൊന്നും സംസാരിക്കും, നിശബ്ദനായിരിക്കും. ഇപ്പോൾ സുരേഷ് കുറുപ്പിൻ്റെ അടുക്കൽ പല മാധ്യമ പ്രവർത്തകരും ചോദിച്ചു, ആ യുവ വനിത ഏത് വി എസിനെ ദുഃഖിപ്പിച്ച ഒരു യുവ വനിതയുടെ വാക്കുകൾ ഇവിടെ പറയുന്നുണ്ട് അല്ലേ? അത് വേറെ തരത്തിലും പറയുന്നുണ്ട്. അത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നാണ് പറയുന്നത്. പക്ഷെ അത് വിശദീകരിച്ച് പറഞ്ഞാൽ എന്താണ്? കുറെ കൂടെ മോശപ്പെട്ട വാക്കുകളാണ്. അത് നമുക്ക് തന്നെ പറയാൻ, വി എസിനെ കുറിച്ച് നമുക്കങ്ങനെ അവർ പറഞ്ഞത് ഏറ്റു പറയാൻ. രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും വി എസിനോട് കടുത്ത വിയോജിപ്പുള്ള ഘട്ടത്തിൽ പോലും അവർ പോലും അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെ. അതെ.
അങ്ങനെ ആ യുവ വനിത ആര് എന്ന് ചോദിച്ചു. ഈ ലേഖനത്തിന്റെ പിന്നാലെ സുരേഷ് കുറുപ്പ് പറഞ്ഞു ഇത് എല്ലാവർക്കും അറിയുന്ന ആള് തന്നെയല്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതപ്പം പ്രശാന്തിനും അത് വായിച്ചെടുക്കാം, എനിക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടുത്തെ പേരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കടന്നുപോയി. VS അവശേഷിപ്പിച്ച ആ നേരിന്റെ മാർഗം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ VS ഉയർത്തിയ ഒരു മുദ്രാവാക്യങ്ങൾ, അതൊക്കെയാണ്. പിന്നെ VS ഇവിടെ ഉയർത്തിയ ചില ചോദ്യങ്ങളുമുണ്ട്. ആ ചോദ്യം ഇവിടെ നിൽക്കും. പണ്ട് MN വിജയമാഷ് പറഞ്ഞതുപോലെ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ഇറക്കി നിർത്തിയാലും ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ VS ഇവിടുത്തെ ചിലരോടെ ചോദിച്ച ചോദ്യങ്ങളുണ്ട്, അതിവിടെ ഇപ്പോഴും നിൽക്കുകയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ സമയത്ത് MN വിജയൻ മാഷ് ചാനലുകൾക്ക് കൊടുത്ത ബൈറ്റിൽ അദ്ദേഹം പറഞ്ഞത്, പിന്നെ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ JCB ഉപയോഗിച്ച് തകർക്കുകയാണല്ലോ ഈ കയ്യേറി. അപ്പോൾ അന്ന് വിജയൻ മാഷ് പറയുകയാണ്, പണത്തിന് മീതെ പറക്കുന്ന പരുന്താണ്. പണത്തിന് മീതെ പരുന്തും പറക്കില്ലെന്നാണല്ലോ ചൊല്ല്. പക്ഷെ ആ കാണുന്നത് പണത്തിന് മീതെ പറക്കുന്ന പരുന്തുകളെയാണ് എന്നാണ് അന്ന് വിജയൻ മാഷ് പറഞ്ഞത്. ഈ മണ്ണുമാന്തി യന്ത്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതാണ് ഇങ്ങനെ സംഭവത്തെ. ആ യന്ത്രത്തെ നമ്മളൊക്കെ ഇപ്പൊ JCB എന്നാണ് പറഞ്ഞത്. അതൊരു ആ കമ്പനിയുടെ പേരാണ്. ശരിക്കും പണ്ട് 1900 വർഷം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഇടശ്ശേരി പറഞ്ഞിട്ടുള്ളത് ഈ യന്ത്രത്തിന് വിജൃംഭിത യന്ത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു യന്ത്രം വരും ഈ ഭാരതപ്പുഴയെ പറ്റിയൊക്കെ വർണ്ണിച്ച അവസരത്തിൽ. പോട്ടെ, അത് മൂന്നാറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനത് ഓർമ്മയിൽ നിന്നെടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ VSുമായിട്ട് അടുപ്പമുള്ള സുരേഷ് കുറുപ്പിനും ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് അല്പം അകന്ന് നിൽക്കുകയാണ്. ഇക്കഴിഞ്ഞ കോട്ടയം ജില്ലാ സമ്മേളനത്തിലും ഈ VS ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതുപോലെ സമാനമായ സംഭവം സുരേഷ് കുറുപ്പ് നടത്തി. കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു എന്നുള്ളതാണ്. നല്ല പാർലമെന്റേറിയൻ ആയിരുന്നു അദ്ദേഹം. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചല്ലോ. LDF തകർന്നടിഞ്ഞ ഒരു വർഷം ലോക്സഭയിലേക്ക് ഇവിടുന്ന് സുരേഷ് കുറുപ്പ് മാത്രമാണ്, ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം നടന്ന, അതെ, സുരേഷ് കുറുപ്പ് മാത്രമാണ് ജയിച്ചത് കോട്ടയത്ത്. അപ്പം പാർലമെന്റിൽ നന്നായി ശോഭിച്ചതാണ് ഇദ്ദേഹത്തിന്. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ നിയമസഭയിൽ ഇവിടെ വന്നു, പലവട്ടം വന്നു, മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നല്ല നേതാവ് തന്നെയാണ്. ഇപ്പോഴും 2011-ലും 2016-ലും ഒക്കെ ജയിച്ചു എന്നാണ്. അപ്പോൾ കോട്ടയത്തിൻ്റെ ഒരു CPM-ന് ഒരു ഇടം ഉണ്ടാക്കിയത് സുരേഷ് കുറുപ്പ് തന്നെയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഇരിക്കുന്ന കാലം മുതലേ നമുക്കൊക്കെ അറിവുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച്. നല്ല നേതാവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് സുരേഷ് കുറുപ്പ് ഇങ്ങനെ എഴുതിയതിൻ്റെ പിന്നിൽ, കാരണം അദ്ദേഹം VSുമായിട്ട് വലിയ അടുപ്പമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിപ്പോഴും വല്ലാതെ ഉലയ്ക്കുന്നുണ്ട് സുരേഷ് കുറുപ്പിൻ്റെ. കാരണം VS അത്രത്തോളം കാരണം അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളോളം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് സമ്മേളനത്തിൽ ഇങ്ങനെ ഇത്തരത്തിലെ ദയാവധം, ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചത്. എന്തായാലും അത് വളരെ നികൃഷ്ടമായ, പിണറായി വിജയൻ്റെ ഗുഡ് ബുക്കിലായിരിക്കും ആ ആൾക്കാരൊക്കെ. ആ വനിതയായാലും മറ്റ് ഏതെങ്കിലും നേതാവുണ്ടെങ്കിൽ അവർക്കൊക്കെ 2026 സീറ്റ് വരെ കൊടുക്കും. പിന്നെ പാർട്ടിയുടെ ഏതോ സംസ്ഥാന തലത്തിൽ വരെ അവര് നേതാക്കളൊക്കെ ആയിട്ട് ഉയർന്നു പോകും. ഉയർന്നിട്ടുണ്ട് ഇപ്പോഴേ. അപ്പം അവർക്ക് പറഞ്ഞതിൻ്റെ പ്രതിഫലമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. പക്ഷേ ആ ചോദിച്ച നികൃഷ്ടമായ ആ കുത്തുന്ന ചോദ്യം അതൊക്കെ അവരിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് ഓർത്തിരിക്കുന്നതും നല്ലതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.